ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഇനി ആകെ 30 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ മെയ് ഫസ്റ്റ് എന്നുള്ളത് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ, കാരണം എക്സാം തലേന്നാണ്. നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ പോകാം, നമ്മൾ ചിലപ്പോൾ എല്ലാം കൂടെ ഓട്ടോഗെദർ ഒന്ന് റിവൈസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് എങ്ങനെയാണ് ഒരു 60 എബവ് സ്കോർ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ വേണ്ട ഹോട്ട് ടോപ്പിക്സും കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കൂ. എന്താണ് കുറേ അധികം പേര് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു, പലർക്കും 35 തന്നെ നിൽക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു അതിൽ നിന്നൊക്കെ കൂട്ടുക മാർക്ക് നല്ലോണം കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏരിയാസ് പഠിക്കേണ്ടത് എന്നുള്ള ലിസ്റ്റ് തന്നു. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് PYQs ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സോൾവ് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ SCRT NCERT ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് ഞാൻ ഉടനെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ അതിനു മുൻപ് ഇപ്പോൾ March 31 അല്ലേ, ലാസ്റ്റ് ഡേ ഓഫ് മാർച്ച് ആണ്. അപ്പോൾ എങ്ങനെ ഇതുവരെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. മാത്രമല്ല ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വളരെയധികം ടെൻസ്ഡ് ആയിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ടാകും അല്ലെ. അപ്പോൾ അവരുടെ പഠനം കുറച്ചും കൂടെ ഈ ഒരു 35 നിന്നൊക്കെ നല്ലോണം മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു 30 ദിവസം നല്ല ഇഫക്റ്റീവ് ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഫ്രം നത്തിങ് ടു സംതിങ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് നത്തിങ് ഒന്നുമില്ലാത്തവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ലെവലിലോട്ട് എത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് ഇതേപോലെ 33 ആ ഒരു മാർക്സ് റേഞ്ച് ഒക്കെ ഉള്ള എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. ആ എക്സാമിൽ പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ 33 കിട്ടിയിരുന്ന സമയത്ത് ഞാൻ ആ എക്സാമിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. PYQs ഒന്നും അങ്ങനെ കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ ആ എക്സാം എന്താണ്, ഇത് എഴുതിയാലും എനിക്ക് കിട്ടുമൊന്നുമില്ല, അത് അങ്ങനത്തെ ഒരു എക്സാം അല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് അല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു. അപ്പോൾ ഒന്നും പഠിക്കാതെ സിലബസ് വേണ്ട രീതിയിലൊന്നും കവർ ചെയ്യാതെ എനിക്ക് 33 മാർക്ക് മേടിക്കാൻ സാധിച്ചെങ്കിൽ ശരിക്കും ഞാൻ പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് അന്നൊരു തോന്നൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അപ്പോൾ ചിലർ പറയും, ഞങ്ങൾക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടാവും, നിങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് ഈ ഒരു മാർക്ക് റേഞ്ച് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിന് ഒരൊറ്റ കാരണമുള്ളൂ, നമ്മൾ പഠിക്കുന്നതിൽ എന്തോ ഒരു അപാകതയാണ്, എന്തോ ഒരു എന്താണ് ചില എന്താ പറയുക ന്യൂനതകൾ നമ്മുടെ പഠനത്തിന്റെ ആ ഒരു രീതിയിലുണ്ട്. അതും കൂടെ പാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആകും. ഓക്കെ, നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും നമുക്ക് മാർക്സ് ഇംപ്രൂവ് ആവില്ല. നമുക്ക് കുറേയധികം 26, 36, 46, 56 അങ്ങനത്തെ റേഞ്ചിലൊക്കെ വരും. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഒരു 70 മുകളിലൊക്കെ എത്തി തുടങ്ങുള്ളൂ. ഓക്കെ, അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്സ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഓക്കെ, സോ ഈ 30 ഡേയ്സിൽ ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഡിഗ്രി പ്രിലിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയാം. സോ ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫെയിൽ, ബി അഫ്രൈഡ് നോട്ട് ടു ട്രൈ. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുമോ എന്നുള്ള ഭയത്താൽ ഇരിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ശ്രമം പോലും കൊടുത്തില്ലെങ്കിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടേണ്ടത്. സോ നിങ്ങൾ ഈ 30 ദിവസം എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ഒന്നുമേ അതായത് ഇതിന്റെ ബേസ് ഇല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചാൽ കിട്ടുമോ അങ്ങനത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ, നിങ്ങൾ പരിശ്രമിച്ചു നോക്കാം. അതാ അന്ന് പരിശ്രമിച്ചിട്ട് നമ്മൾ തോറ്റുപോലും സാരില്ല, പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാഞ്ഞിട്ട് തോറ്റാൽ അത് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ 30 ഡേയ്സിൽ നമ്മളൊരു വീക്ക് കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഗോൾസ് എന്ന് പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഒന്ന്, ഡെയിലി ഒരു 5 to 8 hours സ്റ്റഡി. നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് 5 മണിക്കൂർ, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ശ്രമിക്കാം കേട്ടോ. പക്ഷെ നമ്മളുടെ മൈൻഡിനെ വളരെയധികം കൺജസ്റ്റഡ് ആക്കുന്ന രീതിയിലുള്ള പഠനമൊന്നും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല. അപ്പോൾ ഇനിയിപ്പോൾ 5 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്നത് എത്ര സമയമാണെങ്കിലും ഞാൻ കൂടുതൽ ചെയ്യാറുള്ളതാണ് കേട്ടോ. എത്ര സമയം പഠിച്ചാലും ആ പഠിക്കുന്ന സമയം ഇഫക്റ്റീവ് ആകണം നിങ്ങൾക്ക്. അല്ലാത്ത പക്ഷം 10 മണിക്കൂർ ഇരുന്നുകൊണ്ടോ 12 മണിക്കൂർ ഇരുന്നുകൊണ്ടോ കാര്യമില്ല. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ അന്ന് പഠിച്ചത് നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ദിവസം ഇത്രയെങ്കിലും പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നണം. അപ്പോൾ ഒരു മിനിമം 5 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഇനിയുള്ള 30 ഡേയ്സിൽ ഒരു വീക്കിൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താണ്, ഒന്ന്, ഒരു ദിവസം ഇത്രയെങ്കിലും മണിക്കൂർ പഠിച്ചിരിക്കണം. പിന്നെ മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ് ഡ്യൂറിങ് സ്റ്റഡി സെഷൻസ്. മാക്സിമം അപ്പൊ എന്താണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഫോൺ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഫോൺ എന്ന് പറയുന്ന സംഭവത്തെ മാറ്റി വെക്കുക. നമ്മുടെ കാര്യം, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സാം ആണ്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കണേ, എന്താണ് നമുക്ക് ചിലപ്പോൾ ഒഴിച്ചുകൂടാനേ പറ്റില്ല, നമുക്ക് ആ ഒരു ടെംപ്റ്റേഷൻ വരും ഫോൺ എടുത്തിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതല്ലോ, ഒരിക്കലും ഇല്ല. നമ്മൾ നമ്മളെ തന്നെ ഈ പഠനത്തിലും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ, പഠനം കുറെ കഴിയുമ്പോൾ നമുക്കൊന്ന് റിലാക്സേഷൻ വേണമല്ലോ, അതിന് നമ്മൾ ഫോണിനേക്കാൾ ഉപരി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, ഒരു ദിവസം ഞാൻ ഫോണിൽ എന്തെങ്കിലും ഈ നിങ്ങളൊക്കെ പറയുന്നതാണ്, നമ്മൾ യൂഷ്വലി പറയുന്ന റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നത് ആകെ കൂടി ഒരു ദിവസത്തിൽ 1 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും കുറവ് ടൈമിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം കുറേയധികം കാര്യങ്ങൾക്ക് ചെയ്യാൻ വേറെ
ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ ഈ 30 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുണ്ട്. അത് നിങ്ങൾ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന സംഭവം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ വലിയ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങളും കംപ്ലീറ്റ്ലി ശരിക്കും എൻഗേജ് ആക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് അറിയുള്ളൂ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന്. സോ അതുകൊണ്ട് അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാക്കാം. ദെൻ പ്രയോറിറ്റൈസ് ടാസ്ക് ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻസ് ആൻഡ് ഡെഡ് ലൈൻസ്. നമുക്ക് ഇപ്പോൾ May 1 ആണ് നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും സ്റ്റേജ് 1 എന്നുള്ള ഒരു ലെവലിലാണ് പഠിക്കുന്നത്. നമുക്ക് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എക്സാം ഒന്നും അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക. പഠനമാണ്, അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എങ്കിൽ അതിനെ മുൻതൂക്കം കൊടുക്കുക. ബാക്കി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അപ്പോൾ അവിടെ ആ മാറ്റി വെക്കപ്പെടുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത് നല്ലൊരു ലെവലിലോട്ട് എത്താൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡേയ്സിൽ നിങ്ങളൊരു പ്ലാൻ ഇട്ട് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കത് ഇഫക്റ്റീവ് ആകും. ഓക്കെ, 30 ഡേയ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ കൃത്യമായിട്ട് തലേന്ന് രാത്രി എന്തൊക്കെ പിറ്റേ ദിവസം ചെയ്യണം എന്നുള്ളതൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മാക്സിമം ഹോട്ട് ടോപ്പിക്സ് കവറേജ്. ഞാനിപ്പോൾ ഒരു 70 ഹോട്ട് ടോപ്പിക്സ് ആണ് ആകെ കൂടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേയധികം നോക്കി കഴിയുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ അതായത് വളരെ റെയർ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും മോസ്റ്റ്ലി റിപ്പീറ്റഡ് വെച്ചിട്ടാണ് ഹോട്ട് ടോപ്പിക്സ് പറയുന്നത്. അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ 30 ഡേയ്സിൽ ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഡെയിലി MEM പ്രാക്ടീസ് സെഷൻസ് അതൊരിക്കലും നമുക്ക് മുടക്കാൻ സാധിക്കുകയില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു മേഖല സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു 40+ ഒക്കെ സ്കോർ തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ തന്നെ നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആയില്ലേ. പിന്നെ ബാക്കിയുള്ള GK പോർഷൻസ് സെറ്റ് ആക്കിയാൽ പോരെ. അതിനുള്ള വഴി പറയാം. ഓക്കെ, ഇപ്പൊ സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞു 5 to 8 hours സ്റ്റഡി എന്നുള്ളത്. അതിൽ ഒരു ദിവസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സെഷൻസ് ഉണ്ടാവും. ലൈക്ക് മോർണിംഗ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എനർജിയുള്ള ഒരു സമയം, കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ ആണെങ്കിലും നല്ലോണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതലും സബ്ജക്ട്സ് ലൈക്ക് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, IT പോലത്തെ സബ്ജക്ട്സ് എടുത്ത് പഠിക്കുക. ഓക്കെ, ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഡൾ ആയിട്ടുള്ള ഉറക്കമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആ സമയം മാക്സിമം മാത്സ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അത് എല്ലാവരും പറയുന്നതാണ് അല്ലേ, മാത്സ് കൂടുതൽ ചെയ്യുക. കാരണം അപ്പം നമ്മുടെ ബ്രെയിൻ ആ ഒരു കാൽക്കുലേഷൻ മൈൻഡിലോട്ടായിരിക്കും എത്തുക. അല്ലാണ്ട് ആ സമയം നമ്മൾ ഹിസ്റ്ററി ഒക്കെ കേട്ടാൽ കിടന്ന് ഉറങ്ങിപ്പോകും. ഓക്കെ, ഇത്ര നമ്മൾ ആഗ്രഹിച്ചിരുന്നാലും അത് സാധിക്കണമെന്നില്ല. ഇനി ഈവനിങ് ഒക്കെ ടൈം ആകുമ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഓരോ ദിവസവും ഞാൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരുമിച്ച് പറയില്ല. ഒരു ദിവസം മാത്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ മറ്റേ അടുത്ത ദിവസം മാത്സ്, മലയാളം എന്നുള്ള രീതിയിൽ പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആക്റ്റീവായിട്ട് നിങ്ങൾക്കൊരു എനർജി ഉള്ളതായിട്ട് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ സബ്ജക്ട്സുകൾ നോക്കുക. ആ സബ്ജക്ട്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്തെടുത്തിട്ട് പഠിക്കുക. എന്നിട്ട് ഉച്ചക്കലത്തെ സെഷൻ എപ്പോഴും മാത്സ്, ഈവനിങ് ഒരു ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള രീതിയിൽ പോകുക. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഈസി സ്കോറിംഗ് ഹോട്ട് ടോപ്പിക്സ് ഏരിയാസ്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ 70 ഹോട്ട് ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത്. ഈ ഹോട്ട് ടോപ്പിക്സിൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ഇത്തിരി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സെൽഫായിട്ട് ഒരു തോന്നലുള്ള ടൈപ്പ് ഓഫ് ഏരിയാസ് ഉണ്ടാവും. അത് കൂടുതൽ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നന്നായി പഠിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്, എനിക്ക് പേഴ്സണലി തോന്നിയേക്കാണ്, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, IT. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഭവം, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഓക്കെ, ആർട്ടിക്കിൾസ് എന്നൊക്കെ പറയുന്നത് ഫാക്ച്വൽ ആണ് കുറച്ചും കൂടി. അതിനേക്കാൾ ഉപരി ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ അതിനെ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇത്രയും ഏരിയാസ് ഉണ്ട്. അപ്പോൾ തന്നെ എത്ര മാർക്സ് ആയി നോക്കൂ, ഒരു 30 മാർക്സോളം 30 മാർക്സ് ഇവിടെ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, സാവധാനം നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന, കുറച്ച് ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ ഇരുന്നാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പോലെയുള്ള ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. നിങ്ങൾക്ക് ജിയോഗ്രഫി ഒക്കെ എടുത്താൽ എന്ത് സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നറിയോ. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും എന്ത് ചെയ്യാം. ജിയോഗ്രഫിയിൽ ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സിൽ ഞാൻ റോക്സ് പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് ഫോംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസി സ്കോറിംഗ് ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക് വെച്ചെടുക്കാം. ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു 3 ഹോട്ട് ടോപ്പിക്സും അലോങ് വിത്ത് MEM നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ 30 ഡേയ്സിൽ ഓൾമോസ്റ്റ് എല്ലാം കവറപ്പ് ആകും. പിന്നെയും നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടും ബാക്കിയുള്ളത് പഠിക്കാൻ. ഓക്കെ, എന്തെങ്കിലും പ്രയർ ആയിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത്തിരി വീക്ക്നെസ് ഉള്ള ഏരിയാസ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് പഠിക്കാൻ ശ്രമിക്കാം. കുറേയധികം നിങ്ങൾ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ്, നിങ്ങൾ PYQ വെച്ചത് പഠിച്ചാൽ മതി, അതായിരിക്കും ബെറ്റർ. സ്റ്റെപ്പ് 3 കോൺസെൻട്രേറ്റ് ഓൺ കോൺസെപ്ച്വൽ ഓറിയന്റഡ് ഏരിയാസ്. അതായത് കോൺസെപ്റ്റുകൾ പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ PYQs ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം മതി അതിന്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് തീർച്ചയായിട്ടും എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ കോൺസെപ്ച്വൽ ഏരിയാസിന് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്കണോമിക്സിൽ
ഇപ്പോൾ CRR, SLR പോലത്തെ സംഭവങ്ങൾ കണക്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ഓപ്ഷൻ ഇട്ടിട്ട് 1 or 2, 2 or 3, 1, 2, 3 എന്നുള്ള രീതിയിലാണ് എങ്കിൽ നിങ്ങൾ ഇതിനോട് ഓറിയന്റഡ് ആയിട്ട് ആദ്യം പഠിക്കേണ്ടത് എന്താണ് RBIയുടെ മോണിറ്ററി പോളിസി എന്നുള്ളതാണ്. ഇത് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്താണ് മോണിറ്ററി പോളിസി, എന്തിനാണ് ഇത് നടപ്പിലാക്കുന്നത്, ഇതിന്റെ ടൂൾസ് എന്തൊക്കെയാണ്, ഈ ടൂൾസുകൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ സന്ദർഭത്തിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു കഴിയും. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഞാൻ ഇക്കണോമിക്സിൽ നിന്ന് എടുത്തു, ഇതുപോലെ കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറേയധികം ഏരിയാസ് നമ്മളുടെ സബ്ജക്ട്സിലുണ്ട്. അത് നിങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് PYQ പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനോടൊപ്പം പഠിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4, റിവൈസ് ദ പോർഷൻസ് യു സ്റ്റഡി ഇൻ ഈച്ച് ഡേ അറ്റ് നൈറ്റ്. ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് ആ ഹോട്ട് ടോപ്പിക്സിന്റെ ലിസ്റ്റ് കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ പഠിച്ചു അത് നൈറ്റിൽ റിവിഷൻ ചെയ്യണം. കാരണം എന്തൊക്കെ നമ്മൾ ഒരു ദിവസം പഠിച്ചാലും അത് ഇത്ര ശതമാനം വെച്ച് നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു സാധനത്തെ നമ്മുടെ ബ്രെയിനിൽ അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും നല്ലത് അന്നു പഠിക്കുന്നത് അന്നു രാത്രി തന്നെ റിവിഷൻ ചെയ്യാൻ. അപ്പൊ പിന്നെ പിറ്റേ ദിവസത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനേക്കാളും നല്ലത് അന്നു രാവിലെ പഠിച്ചത് കംപ്ലീറ്റ് നിങ്ങൾ നൈറ്റിൽ റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടും. ദെൻ സ്റ്റെപ്പ് 5, നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കംപ്ലീറ്റ് 21 to 25 വരെയുള്ള PYQ പ്രാക്ടീസ് ചെയ്തോ. റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും വന്നിരിക്കും, ഉറപ്പാണ്. അങ്ങനത്തെ രീതിയിൽ ഉള്ള ടഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുണ്ട് ലേറ്റസ്റ്റിൽ. പഴയതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്. ഇനി നമ്മൾ 23 ഒക്കെ നോക്കുകയാണെങ്കിൽ ചില സ്പെഷ്യൽ പോസ്റ്റുകളിലേക്കൊക്കെ അവർ ഇതേ കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ ആ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ എക്സാം അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ 21 to 25 ഞാൻ PYQ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന രീതിയിൽ ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള PDF ഞാൻ പറഞ്ഞ പോലെ 23 ചില സ്പെഷ്യൽ പേപ്പേഴ്സും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് PYQ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ ടെലിഗ്രാം ചാനലിന്റെ പേര് സിദ്ധാവൻ PSC വേൾഡ് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. PYQൻ്റെ അത് 15+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ധാരാളം നമ്മൾ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫിലിംസിനേക്കാൾ ഉപരി. കാരണം അതിൽ നിന്നും ചോദിക്കാം, ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ഈ 30 ഡേയ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ഈ പറയുന്ന പ്രാക്ടീസ് നല്ലോണം നടത്തിയിരിക്കണം PYQൻ്റെ. നെക്സ്റ്റ് എന്താണ്, നോട്ട് ഡൗൺ ദ തിങ്സ് യു സ്റ്റഡീഡ് ഇൻ ഈച്ച് ഡേ വിച്ച് ഹെൽപ്സ് ടു ട്രാക്ക് യുവർ സിലബസ് കവറേജ്. അതായത് ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഇപ്പോൾ നാഷണൽ ഇൻകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻകം, ഇനി ജോഗ്രഫിയുടെ ഏരിയയിൽ നിന്ന് ലാൻഡ് ഫോംസ് ആണെങ്കിൽ ലാൻഡ് ഫോംസ്, ഇനി ഹിസ്റ്ററിയുടെ ഏരിയയിൽ നിന്ന് നിങ്ങളിപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണെങ്കിൽ അത്, നിങ്ങൾ ഏത് ഏരിയ ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസം നിങ്ങളൊന്ന് എഴുതി വെക്കാം എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളത് എന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി എക്സ്ട്രാ നോക്കേണ്ടതുണ്ടോ പ്രാധാന്യമുള്ളത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. 7, ഫോക്കസ് ഓൺലി ഓൺ ഇമ്പോർട്ടൻറ്റ് NCERT ബേസ്ഡ് ചാപ്റ്റേഴ്സ് നീഡഡ് ഫോർ ദി എക്സാം ഓർ റിലൈ ഓൺ ഇറ്റ്സ് കണ്ടന്റ് ഓറിയന്റഡ് സെഷൻസ്. അതായത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എക്സാമിന്റെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള NCERT പാഠഭാഗങ്ങൾ മാത്രം നോക്കാം. ഇനി ഇതിൽ NCERTയുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ വായിച്ചെടുക്കാനും ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും ബുദ്ധിമുട്ട് തോന്നാം, സ്വാഭാവികമാണ്. കാരണം കുറേ ഇങ്ങനെ പാരാവാരം പോലെ പാരഗ്രാഫ്സ് ഉണ്ട് വായിച്ചെടുക്കാം. അപ്പൊ അതിനാണ് ഞാൻ നമുക്ക് വേണ്ട സംഭവങ്ങൾ പറയുന്ന ഏതെങ്കിലും വീഡിയോ ക്ലാസ് പോലുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പം ഇനി നമുക്ക് ഏപ്രിൽ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന് മുമ്പ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട PYQ ചോദ്യങ്ങളിലൂടെ മാക്സിമം ഈ വേണ്ട കണ്ടന്റ്, അതായത് നമുക്ക് വേണ്ട എസൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയല്ലോ. ഓരോ ചോദ്യത്തിനെ വെച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം മതിയല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള സെഷൻസിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും NCERT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഞാൻ തരാം, ഒന്നും കൂടെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ഏതൊക്കെ വേണം എന്നുള്ളത്. വായിക്കേണ്ടവർക്ക് അത് തീർച്ചയായിട്ടും വായിച്ച് ഒരു ഐഡിയയിലോട്ട് എത്താൻ കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് മാത്രം മതി, വേണ്ട കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ PYQ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ള ക്ലാസ്സസ് കേട്ടാലും മതി. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ എക്സ്ട്രാ പോയിന്റ്സ് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ്, മേക്ക് യുവർ വീക്ക്നെസ് ഇൻടു സ്ട്രെങ്ത്. 1 step at a time you will get there. അപ്പോൾ നമ്മൾ ഈ ഓരോ സമയവും ഇനി അങ്ങോട്ട് 30 ദിവസമുള്ള ഓരോ സമയവും നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് എടുക്കണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അവസാനം നമ്മൾ നമ്മുടെ ഉദ്ദേശം ഡിഗ്രി പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതുകൊണ്ടു വലിയ സ്കോറിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ അവിടെ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഹൈ സ്കോറിംഗ് അല്ല, വേണ്ടത് മാത്രം പഠിച്ച് പാസ്സാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുത്ത് അറിയാത്തത് അറ്റംപ്റ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പകരം അറിയുന്നത് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയുന്നത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ PYQs മാക്സിമം നന്നായി പ്രാക്ടീസ് ചെയ്യാം.
അത് നിങ്ങളുടെ മാർക്സ് ഡ്രാസ്റ്റിക് ആയിട്ട് ഇംപ്രൂവ് ചെയ്യും. എനിക്ക് ഈ പറയുന്ന രീതിയിൽ ഇത്രത്തോളം ഹൈ സ്കോറിംഗിലോട്ടൊക്കെ എത്താൻ സാധിച്ചതിന്റെ കാരണം മുടങ്ങാതെയുള്ള ഈ പ്രാക്ടീസ് ആണ്. അത് പക്ഷേ ഞാൻ ഡിഗ്രി ലെവൽ എന്നല്ല ഏത് ലെവൽ ഓഫ് എക്സാമിന്റെയും ചെയ്ത് നോക്കും. എക്സെപ്റ്റ് ഈ പറയുന്ന ഏതെങ്കിലും സ്പെഷ്യൽ പോസ്റ്റിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നതുണ്ടല്ലോ, ഇതൊഴിച്ച് ബാക്കി എല്ലാം ജനറലൈസ്ഡ് ടോപ്പിക്സ് വരുന്നത് അങ്ങനെയാണ് ചെയ്യാം. അപ്പൊ നമ്മൾ പല ചോദ്യങ്ങൾ കാണും. പല ചോദ്യങ്ങൾ കാണുമ്പോൾ എന്താണ് അതിന്റെ ഉത്തരം, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് ഉത്തരമാകില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആ ചോദ്യത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 30 ദിവസം കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു രീതിയിൽ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നതോടൊപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്സ് നല്ലോണം ഇംപ്രൂവ് ആവും. പക്ഷെ ഒരിക്കലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ മുടക്കരുത്. മാത്സ് ഞാൻ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്ക് ഒരു ദിവസം എടുത്ത് അതിന്റെ പല ടൈപ്പ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞെങ്കിൽ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ദെൻ പിന്നെ ഇംഗ്ലീഷ്, മലയാളം കൂടുതലും നിങ്ങൾ PYQ വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഗ്രാമർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വെൽ വേഴ്സ് ആണ് എങ്കിൽ കുഴപ്പമില്ല. വൊക്കാബുലറി പോർഷൻ ആയിട്ട് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ PYQ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.